നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കളിവള്ളങ്ങളും വള്ളംകളിയും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ മാത്യു തോമസ് ഊരാമേലിൽ കല്ലുവരിക്കൽ. ഇന്ന് ഞാൻ എൻ്റെ ചാനലിൽ കൂടി വിശദമാക്കാൻ പോകുന്നത് കേരളത്തിലെ അതിപ്രശസ്ത വള്ളംകളികളിൽ ഒന്നായ പിറവം ജലോത്സവത്തെ കുറിച്ചാണ്. പിറവം ബോട്ട് റേസ്, ചാമ്പ്യൻസ് ബോട്ട് ലീഗ് പിറവം, CBL പിറവം, പിറവം വള്ളംകളി, അങ്ങനെ അനവധി പേരുകളിൽ ഈ വിശ്വപ്രസിദ്ധ ജലമേള അറിയപ്പെടുന്നു. നമ്മുടെ കേരളം എന്ന സംസ്ഥാനം, കേരളം എന്ന പ്രദേശം ലോകമെമ്പാടും അറിയപ്പെടുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് അല്ലെങ്കിൽ ഗോഡ്സ് ഓൺ കൺട്രി എന്ന പേരിലാണ്. ഈ കേരളത്തിന് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന പേര് ചാർത്തി കിട്ടാൻ ഇടയായ പ്രധാനപ്പെട്ട കാരണം കേരളത്തിന്റെ പച്ചപ്പ്, പുഴകൾ, നദികൾ, അതുപോലെ കടലോര പ്രദേശങ്ങൾ, കായൽ തീരങ്ങൾ തുടങ്ങിയവയുടെ സാമീപ്യമാണ്. കേരളം എന്ന സംസ്ഥാനം 44 നദികളാൽ സമ്പന്നമാണ്. ഈ 44 നദികളിൽ അതിപ്രശസ്തനായ വമ്പുറ്റ, വീറുറ്റ, കീർത്തികേട്ടൊരു നദിയാണ് മൂവാറ്റുപുഴ ആറ് അല്ലെങ്കിൽ മൂവാറ്റുപുഴ നദി. ഈ മൂവാറ്റുപുഴ നദി പിറവം പട്ടണത്തിനോട് ചേരുമ്പം അതിന്റെ പേര് പിറവം പുഴ എന്ന പേരിലേക്ക് ആർജിക്കുന്നതാണ്. ഈ പിറവം പുഴയിൽ നടക്കുന്ന അതിപ്രശസ്തമായ വള്ളംകളിയുടെ പേരാണ് പിറവം ബോട്ട് റേസ്. ഈ പിറവ് എന്ന സ്ഥലത്തിന് അതിന്റെ പേര് ചാർത്തി കിട്ടിയതുമായി ബന്ധപ്പെട്ട് അനവധി കഥകളുണ്ട്. അതായത് പണ്ട് കാലത്ത് ഈ പിറവ് എന്ന പ്രദേശം ഊരുകളാൽ ചുറ്റപ്പെട്ട പുരം ആയിരുന്നു. പുരം മീൻസ് പട്ടണം. അതിൽ നിന്ന് ഊരുകളാൽ ചുറ്റപ്പെട്ട പുരം എന്ന അർത്ഥത്തിൽ നിന്ന് ഊരുകളാൽ ചുറ്റപ്പെട്ട പട്ടണം എന്ന മീനിങ്ങിൽ നിന്ന് പിറവ് എന്ന പേര് ആർജിച്ചതായാണ് കേട്ടിരിക്കുന്നത്. അതോടൊപ്പം പിറവത്തെ ഏറ്റവും പ്രശസ്തമായ പള്ളി രാജാക്കന്മാരുടെ പള്ളി എന്നറിയപ്പെടുന്ന പിറവം വലിയ പള്ളിയാണ്. ഏവർക്കും അറിയാവുന്നതാണ്. ഉണ്ണി മിശിഹ അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് ജനിച്ച സമയത്ത് പൊന്നും മീറയും കുന്തിരിക്കവുമായി രാജാക്കന്മാർ ഉണ്ണീശോയെ കാണാൻ വേണ്ടി പുൽക്കുടിലിൽ എത്തി. ആ സമയത്ത് പുൽക്കുടിലിൽ എത്തി കാഴ്ചകൾ, പൊന്നും മീറയും കുന്തിരിക്കവും കാഴ്ചയായി സമർപ്പിച്ചു. അങ്ങനെയുള്ള ആ രാജാക്കന്മാരുടെ പേരിൽ പ്രശസ്തമായ പള്ളി പിറവത്തുള്ളതിനാൽ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട് പിറവ് എന്ന പേര് ആർജിച്ചതായും കേട്ടിട്ടുണ്ട്. അതോടൊപ്പം ഈ പിറവ് എന്ന സ്ഥലം പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കൂടിയാണ്. ഈ മലയോരവാസികൾക്ക്, അതായത് തൊടുപുഴയിൽ നിന്നും ഇടുക്കിയിൽ നിന്നും ചുണ്ടൻ വള്ളംകളി കാണാൻ പറ്റുന്ന ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ പിറവം. പിറവം എറണാകുളം ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലമാണ്. മൂവാറ്റുപുഴ താലൂക്കിൽപ്പെട്ട ഒരു സ്ഥലമാണ്. എങ്കിൽ കൂടിയും മലയോര മേഖല ഹൈറേഞ്ചുമായി സാമീപ്യം ഉള്ളതിനാൽ ചുണ്ടൻ വള്ളംകളി കാണാൻ മലയോരവാസികൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ് പിറവം എന്ന രീതിയിൽ പിറവം വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. ഈ പിറവത്ത് ഈ വള്ളംകളി ആരംഭിച്ചത് 1958 കേരളത്തിലെ പഴക്കമേറിയ വള്ളംകളികളിൽ ഒന്നാണ് ഈ പിറവം. ഇപ്പോൾ വർഷം 2025 അതായത് ഏകദേശം 58 തുടങ്ങിയ ഈ വള്ളംകളിക്ക് ഇപ്പോൾ 67 വർഷത്തെ പാരമ്പര്യമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. കേരളത്തിലെ ലെഗസിയുള്ള പാരമ്പര്യം പേറുന്ന ഒരു വള്ളംകളിയാണ് ഈ പിറവം ബോട്ട് റേസ്. 1958 പിറവം വള്ളംകളി ആരംഭിച്ച സമയത്ത് ഈ വള്ളംകളിയിൽ ഓടിവള്ളങ്ങൾ, ഇരുട്ടുകുത്തി വള്ളങ്ങൾ തുടങ്ങിയ ചെറു കളിവള്ളങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 1962 ചുണ്ടൻ വള്ളങ്ങളോട് വളരെയധികം സാമ്യമുള്ള വള്ളങ്ങളായ വെപ്പ് വള്ളങ്ങളെ പിറവം വള്ളംകളിയിൽ ആഡ് ചെയ്തു. പിന്നീട് ചുണ്ടൻ വള്ളങ്ങളും ക്രമേണ പിറവം വള്ളംകളിയിലേക്ക് എത്തിത്തുടങ്ങി. പാർത്ഥസാരഥി ചുണ്ടനാണ് പിറവം വള്ളംകളിയിൽ പങ്കെടുത്ത ആദ്യ ചുണ്ടൻ വള്ളം എന്നാണ് കേട്ടുകേൾവി. നിലവിൽ ഈ പിറവം വള്ളംകളി കേരള സംസ്ഥാന സർക്കാരിന്റെ ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമാണ്. CBL പിറവം, ചാമ്പ്യൻസ് ബോട്ട് ലീഗ്, ബോട്ട് റേസ് പിറവം തുടങ്ങിയ അനവധി പേരുകളിൽ നിലവിൽ ഈ വള്ളംകളി അറിയപ്പെടുന്നു. 2025 ചാമ്പ്യൻസ് ബോട്ട് ലീഗ് പിറവം ബോട്ട് റേസിൽ ജേതാക്കളായത് വില്ലേജ് ബോട്ട് ക്ലബ് കൈനേറി തൊഴിഞ്ഞ വിയപുരം ചുണ്ടനായിരുന്നു. 2025 CBL 2ാം സ്ഥാനം കിട്ടിയത് പിറവത്ത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തൊഴിഞ്ഞ മേൽപ്പാടം ചുണ്ടനും 3ാം സ്ഥാനം പിറവത്ത് ലഭിച്ചത് PBC പുന്നോട തൊഴിഞ്ഞ നടുഭാഗം ചുണ്ടനുമായിരുന്നു. ഈ ഫൈനലിൽ പങ്കെടുത്ത 3 വള്ളങ്ങൾക്ക് പുറമെ മറ്റ് 6 വള്ളങ്ങൾ കൂടി CBL പിറവത്ത് പങ്കെടുത്തിരുന്നു. അതായത് ഈ 3 വള്ളങ്ങൾക്ക് പുറമെ മറ്റ് പങ്കെടുത്ത 6 വള്ളങ്ങൾ താഴെ പറയുന്നു: കാരിച്ചാൽ ചുണ്ടൻ, ചെറുതന ചുണ്ടൻ, നടുവിലെ പറമ്പൻ ചുണ്ടൻ, ചമ്പക്കുളം ചുണ്ടൻ, പായിപ്പാടൻ ചുണ്ടൻ, അതോടൊപ്പം നിരണം ചുണ്ടൻ തുടങ്ങി 6 വള്ളങ്ങൾ കൂടി ചേർത്ത് ഫൈനലിൽ പങ്കെടുത്ത 3 വള്ളങ്ങളും ഈ 6 വള്ളങ്ങൾ കൂടി ചേർത്ത് 9 വള്ളങ്ങളാണ് CBL പിറവത്ത് പങ്കെടുത്തത്. പിറവത്ത് പ്രധാനമായും വള്ളംകളി നടക്കുന്നത് ആറ്റുതീരത്ത്, പിറവംപുഴയുടെ ആറ്റുതീരത്ത് ഒരു റിവർ വ്യൂ പാർക്കുണ്ട്. ആറ്റുതീരത്ത് ഒരു പാർക്കുണ്ട്. ആ പാർക്ക് മുതൽ പിറവം പാലത്തിന് താഴെ വരെയാണ് സാധാരണയായി ഈ വള്ളംകളി നടക്കുന്നത്. പിറവം പാലത്തിന് താഴെയായിട്ടാണ് ഈ പിറവം വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റ്. ഈ പിറവം മറ്റു പല കാര്യങ്ങൾ കൊണ്ടും കൂടി പ്രശസ്തമാണ്. കേരളത്തിലെ പ്രശസ്ത ചലച്ചിത്ര നടനായ
ലാലുലക്സിന്റെ വീട് പിറവത്താണ്. പിറവം പുഴയോട് ചേർന്ന് ഉള്ള ഒരു സ്ഥലത്താണ്. ലാലുലക്സ് മിക്കവാറും ഈ വള്ളംകളികളിൽ ഒരു മുഖ്യ അതിഥിയാണ്. അതോടൊപ്പം തന്നെ പിറവത്ത് 3 ട്രാക്കുകളിലായാണ് പ്രധാനമായും മത്സര വള്ളംകളി സംഘടിപ്പിക്കുന്നത്. ആറ്റുതീരത്തെ പാർക്ക് മുതൽ പാലം വരെ നടക്കുന്ന ഈ വള്ളംകളിയിൽ 3 ട്രാക്കുകളിലായാണ് പ്രധാനമായും പിറവത്ത് മത്സര വള്ളംകളി സംഘടിപ്പിക്കുന്നത്. ഈ പിറവത്ത് പ്രധാനമായും ജേതാക്കളാകുന്നവർക്ക് നൽകുന്ന ട്രോഫികൾ സാധാരണയായി കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന EMS നമ്പൂതിരിപ്പാടിന്റെയും K കരുണാകരന്റെയും പേരിലുള്ള സ്മാരക ട്രോഫികളാണ്. അതോടൊപ്പം TN ജേക്കബിന്റെ പേരിലുള്ള ട്രോഫി, മറ്റു പല ട്രോഫികളും പിറവത്ത് സ്ഥിരമായ വള്ളംകളി ജേതാക്കൾക്ക് നൽകി പോരുന്നു. അതോടൊപ്പം ഈ പിറവ് എന്ന സ്ഥലം പ്രകൃതി രമണീയമായതും പച്ചപ്പ് നിറഞ്ഞതുമായ എറണാകുളം ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലമാണ്. ഈ പിറവത്തിന് ഈ പിറവം പുഴ അല്ലെങ്കിൽ മൂവാറ്റുപുഴ ആറ് എല്ലാ കാലത്തും വള്ളംകളി നടത്തുന്നതിന് അനുയോജ്യമായ രീതിയിൽ പണ്ട് കാലത്ത് ജലസമൃദ്ധമായിരുന്നില്ല. ഈ പിറവം പുഴ ഇന്ന് കാണുന്ന രീതിയിൽ ജലസമൃദ്ധമായതിന് പിന്നിൽ ഇടുക്കി ജലാശയവുമായി, ഇടുക്കി ഡാമുമായി ഒരു കഥയുണ്ട്, ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. നമ്മൾക്ക് ഏവർക്കും അറിയാം, ഇടുക്കി ഡാം കമ്മീഷൻ ചെയ്യപ്പെട്ടത് 1976-ലാണ്. മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് 1976-ൽ ഇടുക്കി ഡാം, ഇടുക്കി ജലവൈദ്യുത നിലയം കമ്മീഷൻ ചെയ്തത്. ഏവർക്കും അറിയാവുന്നതാണ്, ഇടുക്കി ഡാം വൈദ്യുതി ഉൽപാദനം നടത്തുന്നത് പ്രധാനമായും ജലചക്രം അല്ലെങ്കിൽ പെൽട്ടൺ വീൽ ഉപയോഗിച്ചാണ്. അതായത് ജലവൈദ്യുതി നിലയമാണ് ഇടുക്കി നിലയം. ഇടുക്കി ജലാശയത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം പെൻസ്റ്റോക്ക് പൈപ്പുകളിൽ കൂടി മൂലമറ്റം പവർ ഹൗസിൽ എത്തിക്കുകയും അവിടെ ജലചക്രം അല്ലെങ്കിൽ പെൽട്ടൺ വീൽ കറക്കുകയും അങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. മിക്കവാറും ജലവൈദ്യുത നിലയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമുള്ള വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കളയുകയാണ് ചെയ്യുന്നത്. ഈ മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് അതിന്റെ ടെയിൽ റൈസ് എന്ന് വിളിക്കും, ജലവൈദ്യുതി നിലയത്തിന്റെ അല്ലെങ്കിൽ വാട്ടർ ടർബൈന്റെ ടെയിൽ റൈസ് എന്ന് വിളിക്കും. വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം മിച്ചമുള്ള വെള്ളം ഒഴുക്കി വിടുന്നത് മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് മൂവാറ്റുപുഴ ആറ്റിലേക്കാണ്. അതിന്റെ ഫലമായി പിറവം പുഴ വള്ളംകളിക്ക് അനുയോജ്യമായ രീതിയിൽ എക്കാലത്തും ജലസമൃദ്ധമായ രീതിയിൽ ജലസമൃദ്ധ മേനിയുള്ള ഒരു സ്ഥലമായി തീർന്നു. അതോടൊപ്പം പിറവം വള്ളംകളിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിൽ ഒഴുക്കിനെതിരെ നടത്തുന്ന ഒരു പ്രശസ്തമായ വള്ളംകളി കൂടിയാണ് പിറവം വള്ളംകളി. മിക്കവാറും സ്ഥലങ്ങളിൽ ഒഴുക്കിന് പാരലായിട്ട് തന്നെയാണ് നടത്തുന്നത്. പിറവത്ത് പാലത്തിന് താഴെയുള്ള ഭാഗം ഫിനിഷിംഗ് പോയിന്റ് ആക്കുന്നതിന് വേണ്ടി ഒഴുക്കിനെതിരെയാണ് സാധാരണയായിട്ട് പിറവത്ത് വള്ളംകളി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ റോവേഴ്സിന് അത്യധികം ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ട്രാക്ക് കൂടിയാണ് പിറവം. കുട്ടനാട്ടിലുള്ളവർക്കും ഒരിക്കലെങ്കിലും വള്ളത്തിൽ കയറി തുഴഞ്ഞിട്ടുള്ളവർക്കും അറിയാവുന്നതാണ്, ഒഴുക്കിനെതിരെ തുഴയുക എന്ന് പറഞ്ഞാൽ അത്യധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അപ്പോൾ ഒഴുക്കിനെതിരെ മത്സര വള്ളംകളിയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. അപ്പൊ നമ്മുടെ മിടുക്കന്മാരായ ചുണക്കുട്ടന്മാരായ തൊഴിൽക്കാർ ഈ ഒഴുക്കിനെതിരെയാണ് പിറവത്ത് നല്ല ചലഞ്ചിങ് രീതിയിൽ മത്സര വള്ളംകളികളിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം പിറവത്ത് വള്ളംകളി കാണാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം പിറവം പാലത്തിന്റെ മുകളിൽ നിന്നാലാണ്. അതുപോലെ തന്നെ പിറവം പാലത്തിന് താഴെയുള്ള ആറിന്റെ 2 കരകളിലും പിറവം പുഴയുടെ 2 കരകളിൽ നിന്ന് നമ്മൾക്ക് സുഗമമായി ഈ വള്ളംകളി വീക്ഷിക്കാവുന്നതാണ്. ഞാൻ MTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വാഴക്കുളം വിശ്വോദി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ നിരവധി തവണ പിറവം വള്ളംകളി പിറവം പാലത്തിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ഈ ഒഴുക്കിനെതിരെ വള്ളങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾക്ക് വള്ളങ്ങൾ ഈ ഒഴുക്കിൽ ആടി ഉലഞ്ഞ് തുള്ളിത്തുള്ളി വരുന്നതായി തോന്നും. അതുകൊണ്ട് തന്നെ വളരെയധികം വിഷ്വൽ ക്വാളിറ്റി ഉള്ള പ്രത്യേകതര ഒരു വള്ളംകളിയാണ് ഈ പിറവത്ത് നടക്കുന്നത്. പിറവം പാലത്തിൽ നിന്ന് വീക്ഷിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഈ വള്ളങ്ങൾ ആടി ഉലഞ്ഞ് തുള്ളിത്തുള്ളി വരുന്നതായി നമ്മൾക്ക് തോന്നുകയുള്ളൂ. ലോക പ്രശസ്തമായ കേരളത്തിന്റെ ജലോത്സവ ഭൂപടത്തിൽ അത്യധികം കീർത്തി ആർജിച്ച വമ്പുറ്റ മികവുറ്റ ഒരു വള്ളംകളിയാണ് ഈ പിറവം ബോട്ട് റേസ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ പഴക്കമേറിയ വള്ളംകളികളിൽ ഒന്നും കൂടിയാണ് നമ്മുടെ ഈ പിറവം ബോട്ട് റേസ്. കളിവള്ളങ്ങളെയും വള്ളംകളിയെയും കുറിച്ചുള്ള അറിവുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നമ്മൾക്ക് പുതിയൊരു വള്ളംകളി വിശേഷവുമായി എന്റെ ചാനൽ കൂടി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.